നമസ്കാരം, ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. കടുത്ത വേനൽ ചൂടിന് ആശ്വാസം നൽകിക്കൊണ്ട് കേരളത്തിൽ മഴക്കാലം എത്തി. ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ മഴക്കാലം സഹായിക്കുമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിരവധി രോഗങ്ങൾ പിടികൂടാൻ സാധ്യതയുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളം, അന്തരീക്ഷത്തിലെ ഈർപ്പം, പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം എന്നിവ രോഗാണുക്കൾക്കും കൊതുകുകൾക്കും വളരാൻ അനുയോജ്യമായ സാഹചര്യമാണ് മഴക്കാലത്ത് ഉണ്ടാക്കുന്നത്. ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന രോഗങ്ങളും അവയെ തടയാനുള്ള വഴികളും എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന ഒന്നാണ് കൊതുകുജന്യ രോഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഡെങ്കിപ്പനിയും മലേറിയയും. മഴ പെയ്തതിനു ശേഷം വീട്ടുപരിസരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിൽ നിന്നാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്. കടുത്ത പനി, കഠിനമായ ശരീരവേദന, വിറയൽ, ചർമ്മത്തിലുണ്ടാകുന്ന ചുവന്ന പാടുകൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു വൈറൽ രോഗമാണ് ചിക്കൻ ഗുനിയ. പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനിയും കൈകാലുകളിലെ സന്ധികളിൽ ഉണ്ടാകുന്ന കഠിനമായ വേദനയുമാണ് ഇതിന്റെ പ്രത്യേകത. കൊതുകുകൾ മാത്രമല്ല, മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗങ്ങളും മഴക്കാലത്ത് വളരെ കൂടുതലാണ്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, ടൈഫോയിഡ്, കോളറ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കഠിനമായ വയറിളക്കം, ഛർദി, വയറുവേദന, വിട്ടുമാറാത്ത പനി, അമിതമായ ക്ഷീണം എന്നിവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ. ശുചിത്വമില്ലായ്മയാണ് ഈ രോഗങ്ങൾ വേഗത്തിൽ പടർന്നു പിടിക്കാൻ കാരണം. അതുപോലെ പ്രളയജലവുമായോ മലിനജലവുമായോ സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാരകമായ രോഗമാണ് എലിപ്പനി. ശക്തമായ പനി, പ്രത്യേകിച്ച് കാലിലെ പേശികളിൽ ഉണ്ടാകുന്ന കഠിനമായ വേദന, കണ്ണുചുവപ്പ് എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇതിനൊപ്പം സാധാരണയായി കണ്ടുവരുന്ന ജലദോഷം, ഇൻഫ്ലുവൻസ പോലുള്ള ശ്വാസകോശ അണുബാധകളും ഈ സമയത്ത് വർദ്ധിക്കാറുണ്ട് എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ തടയാൻ സാധിക്കും. മഴക്കാല രോഗങ്ങളെ തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്ന് നോക്കാം. ഒന്നാമത്തത്, ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക. ടൈഫോയിഡ്, കോളറ എന്നിവ തടയാൻ എപ്പോഴും തിളപ്പിച്ചാറ്റിയതോ ഫിൽറ്റർ ചെയ്തതോ ആയ വെള്ളം മാത്രം കുടിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത്, കൊതുകുകൾ വളരുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ്. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ഉള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. കൊതുകിന്റെ ശല്യമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ രാത്രിയിൽ കൊതുകുവല ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. വീട്ടുപരിസരത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ഈ മഴക്കാലത്ത് വീടിന്റെ പരിസരങ്ങളിൽ പാത്രങ്ങൾ വലിച്ചെറിയുന്നത് ഒഴിവാക്കണം. അടുത്തത്, ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവരണം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വൃത്തിയുള്ള കടകളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളും പച്ചക്കറികളും പരമാവധി ഒഴിവാക്കുക. വീട്ടിൽ പാകം ചെയ്ത് ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതായിരിക്കും. പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ മൂടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത്, വ്യക്തി ശുചിത്വമാണ്. കൈകൾ ഇടയ്ക്കിടെ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. പുറത്തുപോയി തിരികെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും കൈകൾ കഴുകണം. പ്രളയജലത്തിലോ മലിനജലത്തിലോ ഇറങ്ങേണ്ടി വന്നാൽ കാലുകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണം. അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം മാത്രമേ വീടിനകത്ത് പ്രവേശിക്കാവൂ. ഭക്ഷണത്തിൽ വെളുത്തുള്ളി, തുളസി എന്നിവ ഉൾപ്പെടുത്താം. കൂടാതെ വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങൾ, ഇഞ്ചി, ചായ, മഞ്ഞൾ എന്നിവ ഉപയോഗിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മഴക്കാലം നല്ലതാണ്, എന്നാൽ ചെറിയൊരു അശ്രദ്ധ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടുക. ജാഗ്രതയോടെ ഇരിക്കാം. ആരോഗ്യത്തോടെ ഈ മഴക്കാലം ആസ്വദിക്കാം. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.